കൊച്ചി നഗരസഭയുടെ ഭരണചക്രം തിരിച്ചുപിടിക്കാൻ UDF സജ്ജമാകുമ്പോൾ അണിയറയിൽ നടക്കുന്നത് ജനാധിപത്യപരമായ ചർച്ചകളാണോ അതോ അനാവശ്യമായ സമ്മർദ്ദ തന്ത്രങ്ങളാണോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്ന് ഉയരുന്നത്. കൊച്ചിയുടെ വികസനത്തിനായി ജനങ്ങൾ നൽകി വലിയ ഭൂരിപക്ഷത്തെ ഭരണമാക്കി മാറ്റാൻ കോൺഗ്രസ് തയ്യാറെടുക്കുമ്പോൾ സമുദായ സംഘടനകൾ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ എത്രത്തോളം ഇടപെടാം എന്ന ഗൗരവകരമായ ചർച്ചയ്ക്കാണ് കൊച്ചി ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ലത്തീൻ സഭയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പരസ്യമായ അവകാശവാദങ്ങൾ കോൺഗ്രസിന്റെ ജനാധിപത്യപരമായ തീരുമാനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നത് ശരിയായ പ്രവണതയാണോ എന്ന സംശയം പാർട്ടിക്കുള്ളിലെ വലിയൊരു വിഭാഗം പ്രവർത്തകർ ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. കൊച്ചിയിലെ ജനസംഖ്യയിൽ ലത്തീൻ സമുദായത്തിന് വലിയ സ്ഥാനമുണ്ടെന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. UDFന്റെ വിജയത്തിൽ സമുദായാംഗങ്ങൾ വഹിച്ച പങ്ക് കോൺഗ്രസ് എക്കാലവും വിലമതിക്കുന്നുണ്ട്. എന്നാൽ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ആരെ ഭരണത്തലപ്പത്ത് ഇരുത്തണമെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടിയുടെ സംഘടനാ സംവിധാനമാണ്. സമുദായ സംഘടനകൾക്ക് അവരുടെ താല്പര്യങ്ങൾ അറിയിക്കാം എന്നതിനപ്പുറം സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിലും മേയറെ തീരുമാനിക്കുന്നതിലും കടുംപിടുത്തം പിടിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളുടെ സ്വതന്ത്രമായ പ്രവർത്തനത്തിന് തടസ്സമാകുന്നു എന്ന വികാരമാണ് ഇപ്പോൾ ശക്തമാകുന്നത്. സഭയുടെ ഈ ഇടപെടൽ പാർട്ടിക്കുള്ളിലെ പക്വമായ ചർച്ചകളെ അട്ടിമറിക്കാൻ മാത്രമേ സഹായിക്കൂ. ഈ ഘട്ടത്തിലാണ് KPCC ജനറൽ സെക്രട്ടറി ദീപ്തി മേരി വർഗീസിന്റെ പേര് പ്രസക്തമാകുന്നത്. കേവലം സമുദായ സമവാക്യങ്ങൾക്കപ്പുറം കൊച്ചിയുടെ വികസനത്തിന് ഏറ്റവും അനുയോജ്യമായ വ്യക്തിത്വം ദീപ്തിയാണെന്ന കാര്യത്തിൽ KPCC നേതൃത്വത്തിന് മറിച്ചൊരു അഭിപ്രായമില്ല. വിദ്യാഭ്യാസ യോഗ്യതയിലും ഭരണപരമായ പക്വതയിലും സംഘടനാ പാടവത്തിലും ദീപ്തി മേരി വർഗീസ് മറ്റാരേക്കാളും ഒരുപടി മുന്നിലാണ്. കൊച്ചി പോലെ ലോകശ്രദ്ധ ആകർഷിക്കുന്ന ഒരു നഗരത്തെ നയിക്കാൻ ദീപ്തിയെ പോലെ കാഴ്ചപ്പാടുള്ള ഒരു യുവ നേതാവ് വരണമെന്നത് വോട്ടർമാരുടെയും ആഗ്രഹമാണ്. സംഘടനാപരമായ ഈ മുൻഗണനയെ സമുദായത്തിന്റെ പേര് പറഞ്ഞ് തടസ്സപ്പെടുത്തുന്നത് കോൺഗ്രസിന്റെ ലക്ഷ്യങ്ങൾക്ക് ഗുണകരമാകില്ല. ലത്തീൻ സഭയുടെ സമ്മർദ്ദത്തിന് വഴങ്ങി മെറിറ്റിനെ അവഗണിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ പാർട്ടിക്ക് ദോഷം ചെയ്യും. ഷൈനി മാത്യുവിനെയും മിനി മോളിനെയും പോലുള്ളവരുടെ പേരുകൾ സഭ മുന്നോട്ട് വെക്കുമ്പോൾ അത് പാർട്ടിയുടെ അധികാര പരിധിയിലേക്കുള്ള കടന്നുകയറ്റമായി പോലും വിലയിരുത്തപ്പെടുന്നുണ്ട്. പാർട്ടിയുടെ നയങ്ങളും കാഴ്ചപ്പാടുകളും നടപ്പിലാക്കാൻ കെൽപ്പുള്ള നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ഹൈക്കമാൻഡിന് വിട്ടുകൊടുക്കുകയാണ് വേണ്ടത്. ദീപ്തി മേരി വർഗീസിനെ പോലൊരു മികച്ച സംഘാടകയെ മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നത് പാർട്ടിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സഹായിക്കും. ജാതിമത സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയല്ല കോൺഗ്രസ് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന കൃത്യമായ സന്ദേശം നൽകാൻ ഈ അവസരം ഉപയോഗിക്കണമെന്നാണ് അണികൾക്കിടയിലെ സംസാരം. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC പ്രസിഡന്റ് K സുധാകരനും ഉൾപ്പെടെയുള്ളവർ ദീപ്തിക്ക് അനുകൂലമായ നിലപാടാണ് സ്വീകരിക്കുന്നതെന്നാണ് സൂചന. മേയർ സ്ഥാനം 2.5 വർഷം വീതം വെക്കുക എന്ന ടൈം വ്യവസ്ഥ നേതൃത്വം സ്വീകരിച്ചതായും വാർത്തകൾ വരുന്നുണ്ട്. എന്നാൽ കൊച്ചിയുടെ വികസന മുരടിപ്പിന് അറുതി വരുത്താൻ ഒരു ടേം വ്യവസ്ഥയുടെ പോലും ആവശ്യമില്ലാതെ ദീപ്തിക്ക് പൂർണ്ണമായ 5 വർഷം നൽകണമെന്ന വാദവും ശക്തമാണ്. എങ്കിൽ മാത്രമേ ഭരണത്തിൽ സുസ്ഥിരത ഉറപ്പാക്കാൻ സാധിക്കൂ. സമുദായങ്ങളുടെ വികാരങ്ങൾ മാനിക്കപ്പെടണം എന്നതിൽ തർക്കമില്ല. എന്നാൽ അത് പാർട്ടിയുടെ അച്ചടക്കത്തെയും തീരുമാനങ്ങളെയും ബാധിക്കുന്ന തരത്തിലാകരുത്. ദീപ്തിയെ പോലൊരു നേതാവിന് എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുപോലെ കാണാനും കൊച്ചിയുടെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കാനും സാധിക്കും. കൊച്ചി കോർപ്പറേഷനിലെ ഭരണസാരഥ്യം എന്നത് കേവലം സ്ഥാനമാനങ്ങൾ പങ്കുവെക്കലല്ല, അത് ജനങ്ങളോടുള്ള പ്രതിബദ്ധതയാണ്. ആ പ്രതിബദ്ധത ഏറ്റവും നന്നായി നിറവേറ്റാൻ കഴിയുന്നത് ദീപ്തി മേരി വർഗീസിനാണെന്ന് നേതൃത്വം തിരിച്ചറിയുന്നു. സഭയുടെ ഇടപെടലുകളെ പക്വമായി കൈകാര്യം ചെയ്തുകൊണ്ട് തന്നെ ദീപ്തിയെ മുൻനിർത്തി ഭരണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് കോൺഗ്രസ് നീക്കം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർട്ടി കൈക്കൊള്ളുന്ന ഈ തീരുമാനം ഏറെ നിർണായകമാണ്. സമുദായ സംഘടനകൾ പാർട്ടിയുടെ നയങ്ങളിൽ കൈകടത്തുന്നതിന് ഒരു പരിധി നിശ്ചയിക്കാൻ കോൺഗ്രസ് കാണിക്കുന്ന ഈ ആർജവം ജനാധിപത്യ വിശ്വാസികൾക്ക് ആവശ്യം നൽകുന്ന ഒന്നാണ്. KPCCയുടെ ഔദ്യോഗിക പ്രഖ്യാപനം ദീപ്തി മേരി വർഗീസിനെ മേയറായി നിശ്ചയിച്ചുകൊണ്ടുള്ളതാകുമെന്നാണ് അണികൾ പ്രതീക്ഷിക്കുന്നത്. കൊച്ചിയുടെ വോട്ടർമാർ ആഗ്രഹിക്കുന്ന വികസനം നടപ്പിലാക്കാൻ ദീപ്തിയുടെ ഊർജ്ജസ്വലമായ നേതൃത്വത്തിന് കഴിയുമെന്ന് ഉറപ്പാണ്. സമുദായ സംഘടനകളുടെ അനാവശ്യ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ പാർട്ടിയുടെ അന്തസ്സും ജനങ്ങളുടെ താല്പര്യവും സംരക്ഷിച്ചുകൊണ്ട് കൊച്ചിയിൽ കോൺഗ്രസ് പുതിയൊരു ചരിത്രം എഴുതാൻ പോവുകയാണ്. വികസനത്തിന്റെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു ഭരണസമിതി ദീപ്തിയുടെ കീഴിൽ അധികാരമേൽക്കുമ്പോൾ അത് കൊച്ചിക്ക് നൽകുന്ന പ്രതീക്ഷകൾ വലുതാണ്.